2026-27 കാലഘട്ടത്തിലെ മകം നക്ഷത്രക്കാരുടെ ഈ വിഷുഫലം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നതാണ്. ഈ കാലയളവിൽ മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയും ഭാഗ്യവർദ്ധനയും അപ്രതീക്ഷിതമായ ചില ജോലി നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും മറുവശത്ത് വളരെ ഗൗരവമായി കാണേണ്ട ചില ആരോഗ്യ മുന്നറിയിപ്പുകളും ശത്രുദൂഷങ്ങളും വലിയ കടബാധ്യതകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന സത്യം ആദ്യം തന്നെ മനസ്സിലാക്കണം. അഷ്ടമശനി നൽകുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും പ്രതികൂലമായ കോടതി വിഷയങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യതകളും അടുത്ത വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളും ഈ സമയത്ത് പ്രധാനപ്പെട്ടതാണ്. കുടുംബ സൗഭാഗ്യം നിലനിർത്താൻ നിങ്ങൾ പാടുപെടുമ്പോഴും അവിചാരിതമായ തൊഴിലവസരങ്ങളും അതിലൂടെ ലഭിക്കുന്ന വലിയ യാത്രാഭാഗ്യവും നിങ്ങളെ തീർച്ചയായും അതിശയിപ്പിക്കും. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഈ സുപ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ നേരിടണമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവൻ കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ നവഗ്രഹങ്ങളുടെ ഫലങ്ങൾ വളരെ ശക്തമായ സ്വാധീനമാണ് ഈ കാലയളവിൽ ചെലുത്താൻ പോകുന്നത്. ജന്മരാശിയിൽ കേതുവും 7ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലും കൂട്ടുകച്ചവടങ്ങളിലും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഈ സമയത്തെ സമ്പൂർണ്ണ ഫലം വളരെ കൃത്യമായി ഒരു തെറ്റും വരാതെ നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ്. 8ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം നിങ്ങളെ കൂടുതൽ ജാഗരൂകരാകാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് പല വലിയ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നതാണ്. ഈ കാലയളവിലെ മാസഫലങ്ങൾ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചിങ്ങം മാസം ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ മകം നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക പരീക്ഷണങ്ങളുടെ ഒരു സമയമായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും മാസത്തിൻ്റെ അവസാനത്തോടെ അപ്രതീക്ഷിതമായൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനും ആരോഗ്യപരമായി ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാനും സാധ്യതയുള്ളതിനാൽ ഈ ചിങ്ങം മാസത്തിൽ നിങ്ങൾ ഭക്ഷണകാര്യങ്ങളിലും ദിനചര്യകളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിമാസം സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ ശത്രുദോഷം വലിയ രീതിയിൽ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനാവശ്യമായ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുമെങ്കിലും നിങ്ങളുടെ അപാരമായ ഇച്ഛാശക്തി കൊണ്ട് അവയെല്ലാം എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാലയളവിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. തുലാമാസം ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ സാമ്പത്തികമായി വലിയൊരാശ്വാസം നൽകുന്നതും ഭാഗ്യം കടന്നുവരുന്നതുമായ മാസമായിരിക്കും. മുടങ്ങിക്കിടന്ന പല ധനാഗമന മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറക്കപ്പെടുകയും പഴയ കടബാധ്യതകളിൽ വലിയൊരു ശതമാനം തീർക്കാൻ സാധിക്കുകയും ചെയ്യും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുകൂലമായ സമയമാണിത്. എങ്കിലും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലയളവിൽ ചെറിയ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മാനസികമായി വലിയ ഉന്മേഷവും സമാധാനവും നൽകുന്നതായിരിക്കും. അഷ്ടമശനിയുടെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഈ മാസങ്ങളിൽ ചിട്ടയോടെ ഈശ്വരഭജനം നടത്തുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. തുടർന്നു വരുന്ന വൃശ്ചികം മാസം നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ മകം നക്ഷത്രക്കാർക്ക് വളരെ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. ജോലിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണിത്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനും സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങാനും ഈ മാസത്തിൽ ശക്തമായ സാധ്യത കാണുന്നു.
എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ധനുമാസം ഡിസംബർ 16 മുതൽ ജനുവരി 14 വരെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിദേശയാത്രാഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വലിയ സമയമാണ്. വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്കും വിസ സംബന്ധമായ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. ഈ സമയത്ത് കോടതി വിഷയങ്ങളിൽ പെട്ടിട്ടുള്ളവർക്ക് തങ്ങൾക്ക് അനുകൂലമായ വിധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മകരം മാസം ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെ സാമ്പത്തികമായി വലിയ അച്ചടക്കം പാലിക്കേണ്ട നിർണായകമായ സമയമാണ്. അനാവശ്യ ചെലവുകൾ അമിതമായി വർദ്ധിക്കുകയും വരവിനേക്കാൾ ചെലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ പെട്ടെന്ന് സംജാതമാകും. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള രഹസ്യമായ നീക്കങ്ങളെ നിങ്ങൾ വളരെ കരുതിയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയം നേടാൻ കഴിയുന്ന സമയമാണിത്. കുംഭം മാസം ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കുന്ന മനോഹരമായ കാലയളവായിരിക്കും. പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾ ഒന്നിക്കാനും പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ മുന്നോട്ടു പോകാനും ഈ സമയം സഹായിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുകയും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുകയും ചെയ്യും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട ദീർഘകാലമായുള്ള ചില തർക്കങ്ങൾ ഈ മാസത്തിൽ വളരെ രമ്യമായി പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അടുത്തതായി മീനം മാസം, അതായത് മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ നിങ്ങളുടെ മനസ്സിൽ ആത്മീയ ചിന്തകൾ വലിയ തോതിൽ വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കുടുംബസമേതം അവസരം ലഭിക്കുകയും ചെയ്യുന്ന കാലമാണ്. മുൻകാലങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വലിയ ഒരു അയവ് വരികയും ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും വാണിജ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ സമയത്ത് വലിയ കടബാധ്യതകൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. മേടം മാസം, അതായത് ഏപ്രിൽ 15 മുതൽ മെയ് 14 വരെ മകം നക്ഷത്രക്കാർക്ക് തൊഴിലവസരങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു അപൂർവ ഭാഗ്യമാസമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പുതിയ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതുവഴി സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ വിലയും സ്ഥാനമാനങ്ങളും ലഭിക്കുകയും ചെയ്യും. ആരോഗ്യനില കാര്യമായി മെച്ചപ്പെടുകയും ദീർഘകാലമായി അലട്ടിയിരുന്ന ചില അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ മോചനം ലഭിക്കുകയും ചെയ്യും. ഇടവം മാസം, അതായത് മെയ് 15 മുതൽ ജൂൺ 14 വരെ നിങ്ങളുടെ സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാകുന്ന സമയമാണ്. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഈ മാസത്തിൽ സ്വാഭാവികമായി വന്നുചേരും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവർക്ക് കൃത്യമായ വൈദ്യസഹായവും പരിചരണവും നൽകാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളിൽ ചില പുതിയ വ്യക്തികൾ കടന്നുവരികയും അവർ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ഈ സമയത്ത് ഏതു നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജീവിത പങ്കാളിയുമായി കൂടിയാലോചിക്കുന്നത് ഭാവിയിലെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് സഹായിക്കും. വിഷുഫലത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ മിഥുനം മാസം ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള സമയമായിട്ടാണ് ജ്യോതിഷപരമായി കാണുന്നത്. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച പ്രമോഷനോ വലിയ ശമ്പള വർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് മുൻകാലങ്ങളിലെ നഷ്ടം നികത്തി വലിയ ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുവഴി ശത്രുദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കർക്കടകം മാസം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ ഈ കാലയളവിലെ അവസാന മാസമായതുകൊണ്ടുതന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പനി, ജലദോഷം പോലെയുള്ള പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ യാത്രകളിൽ ജാഗ്രത വേണം. സാമ്പത്തികമായി വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ മാസം ശാന്തമായി കടന്നുപോകും. വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം നടന്നു കയറുന്നതിൻ്റെ സൂചനകൾ ഈ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അഷ്ടമശനി പോലെയുള്ള ദോഷങ്ങൾ നിങ്ങളുടെ രാശിയിൽ ശക്തമായി ഉണ്ടെങ്കിലും ഈശ്വരഭക്തിയും സൽക്കർമ്മങ്ങളും വഴി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതാണ്.
നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരു കാരണവശാലും കൈവിടാതെ മുന്നോട്ടു പോയാൽ ഏതു വലിയ പരീക്ഷണങ്ങളെയും അനായാസം മറികടക്കാൻ മകം നക്ഷത്രക്കാർക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു നാളേക്കായി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയും നിറഞ്ഞ മനസ്സോടെയും നിങ്ങൾക്ക് ഈ വർഷത്തെ വരവേൽക്കാം. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.